കൊല്ലത്ത് നിന്നും ഏകദേശം 27 കിലോമീറ്റർ അകലെ കൊട്ടാരക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഗണപതി ക്ഷേത്രമാണ് കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം. യാഥാർത്ഥ്യത്തിൽ ഇത് മണികണ്ഠേശ്വരം ശിവക്ഷേത്രമാണ്. കിഴക്കോട്ട് ദർശനമായ ശിവനും പടിഞ്ഞാറോട്ട് ദർശനമായ പാർവതിയും പ്രധാന പ്രതിഷ്ഠകളായിരുന്നാലും ക്ഷേത്രത്തിലെ ഉപദേവനായിരുന്ന ശിവപാർവതി പുത്രനും വിഘ്നേശ്വരനുമായ ഗണപതിയുടെ പേരിലാണ് ദേവാലയത്തിന്റെ പ്രശസ്തി. ബാലഗണപതി എന്നാണ് സങ്കല്പം. കേരളത്തിലെ പ്രസിദ്ധമായ 5 ഗണപതി ക്ഷേത്രങ്ങളിലൊന്നാണിത്. തിരുവനന്തപുരം പഴവങ്ങാടി ഗണപതി ക്ഷേത്രം, കാസർഗോഡ് മധൂർ ഗണപതി ക്ഷേത്രം, മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രം, പമ്പ മഹാഗണപതി ക്ഷേത്രം എന്നിവയാണ് മറ്റുള്ളവ. ഉണ്ണിയപ്പമാണ് ഗണപതിയുടെ പ്രധാന പ്രസാദം. കൊട്ടാരക്കരയിലെ ഉണ്ണിയപ്പം അതിപ്രസിദ്ധമാണ്. മേടമാസത്തിലെ തിരുവാതിര ദിവസമാണ് ഉത്സവം. ഇത് ശിവനുള്ള ഉത്സവമാണ്. ചിങ്ങമാസത്തിലെ ഗണേശ ചതുർത്ഥിയും പ്രധാനമാണ്. സുബ്രഹ്മണ്യൻ, ധർമ്മശാസ്താവ്, നാഗദൈവങ്ങൾ എന്നിവരാണ് ഉപദേവതകൾ. കൊട്ടാരക്കര പട്ടണത്തിന്റെ ഹൃദയഭാഗത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കിഴക്കോട്ടാണ് ക്ഷേത്രത്തിന്റെ ദർശനം. ക്ഷേത്ര നടയ്ക്ക് മുന്നിൽ അതിവിശാലമായ ക്ഷേത്രക്കുളം പരന്നു കിടക്കുന്നു. അതിനാൽ ദർശനവശത്തു നിന്ന് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനമില്ല. വടക്ക് തെക്ക് ഭാഗങ്ങളിൽ നിന്നാണ് ഭക്തർക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. വടക്കുഭാഗത്ത് അരയാൽ മരം കാണാം. ഹൈന്ദവ വിശ്വാസപ്രകാരം പുണ്യവൃക്ഷമായ അരയാലിന്റെ മുകളിൽ ബ്രഹ്മാവും നടുക്ക് വിഷ്ണുവും അടിയിൽ ശിവനും കുടികൊള്ളുന്നു. അതായത് അരയാൽ ത്രിമൂർത്തി സ്വരൂപമാകുന്നു. ദിവസവും അരയാലിനെ പൂജിക്കുന്നത് പുണ്യമായി കണക്കാക്കപ്പെടുന്നു. അരയാൽ കടന്നാൽ ക്ഷേത്രമുറ്റത്തെത്താം. സാധാരണ ഒരു ക്ഷേത്രത്തിന്റെ കെട്ടും മട്ടും മാത്രമാണ് കൊട്ടാരക്കര ക്ഷേത്രത്തിനുള്ളത്. ശിവന്റെ നടയ്ക്ക് നേരെ പണിത ഭഗവത് വാഹനമായ നന്ദിയെ ശിരസിലേറ്റുന്ന സ്വർണ്ണക്കൊടിമരത്തിന് അധികം പഴക്കവും വലിപ്പവുമില്ല. തെക്കേ നടയിൽ ഗണപതിയുടെ നടയ്ക്കു നേരെ പ്രവേശന കവാടമുണ്ട്. തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ചെറിയ ശ്രീകോവിലിൽ ശാസ്താവ് കുടികൊള്ളുന്നു. കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്ന ശാസ്താവിന്റെ നടയിലാണ് ശബരിമല തീർത്ഥാടകർ മാലയിടുന്നതും കെട്ടുനിറയ്ക്കുന്നതുമെല്ലാം. ശാസ്താ നടയുടെ അടുത്താണ് നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠ. നാഗരാജാവായി വാസുകിയും നാഗയക്ഷിയും പരിവാരങ്ങളും അടങ്ങുന്നതാണ് ഈ പ്രതിഷ്ഠ. വടക്കു പടിഞ്ഞാറു ഭാഗത്താണ് സുബ്രഹ്മണ്യ പ്രതിഷ്ഠ. ബാലസുബ്രഹ്മണ്യ ഭാവത്തിലുള്ള ഭഗവാനാണ് ഇവിടെയുള്ളത്. കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്ന സുബ്രഹ്മണ്യന്റെ നടയിൽ ഷഷ്ടിവ്രതവും കാവടിയും വിശേഷമാണ്. സകല വിഘ്ന നിവാരണനായ ശ്രീ മഹാഗണപതിയുടെ തിരുനട മുന്നിൽ നാളികേരമുടച്ച് ഭക്തർ ദുരിതമോക്ഷം തേടുന്നു. കേരളത്തിലെ കൊല്ലം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന ശിവക്ഷേത്രമാണ് ആനന്ദവല്ലീശ്വരം ക്ഷേത്രം. 108 ശിവക്ഷേത്രങ്ങളിൽ പറയുന്ന കൊല്ലത്തെ 3 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. കൊല്ലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ആനന്ദവല്ലി സമേതനായ പരമശിവനെയാണ്. ഇവിടെ പാർവതി ദേവി ആനന്ദവല്ലിയായി ദർശനം നൽകുന്നു. പത്നി സമേതനായ പരമശിവനെ പടിഞ്ഞാറേക്ക് ദർശനം നൽകിയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആദ്യം ശിവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ശിവന്റെ രൗദ്രഭാവം കുറയ്ക്കാൻ എന്ന സങ്കല്പത്തിലാണ് പാർവതി ദേവിയെ പ്രതിഷ്ഠിച്ചതെന്നാണ് വിശ്വാസം.
കേരളത്തിലെ മറ്റ് ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് കായംകുളത്തിനടുത്ത് ഓച്ചിറയിൽ സ്ഥിതി ചെയ്യുന്ന ഓച്ചിറ ശ്രീ പരബ്രഹ്മ ക്ഷേത്രം. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിന്റെ പ്രത്യേകത ഇവിടെ ശ്രീകോവിലോ പ്രതിഷ്ഠയോ പൂജയോ ഇല്ല എന്നുള്ളതാണ്. ഈ ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായി പറയപ്പെടുന്നത് വേതാളം കുന്ന് പരബ്രഹ്മ ക്ഷേത്രമാണ്. ഹൈന്ദവ ധർമ്മത്തിൽ പരമാത്മാവ് അല്ലെങ്കിൽ നിർഗുണ പരബ്രഹ്മം എന്നറിയപ്പെടുന്ന അരൂപിയായ പരമശിവൻ തന്നെയാണ് ഇവിടത്തെ പ്രധാന ആരാധനാമൂർത്തി. കിഴക്കേ ഗോപുര കവാടം മുതൽ 22 ഏക്കർ സ്ഥലത്ത് ശൈവ വൈഷ്ണവ സങ്കല്പത്തിലുള്ള 2 ആൽത്തറകളും ചില കാവുകളും അടങ്ങുന്നതാണ് ഇവിടത്തെ ക്ഷേത്ര സങ്കല്പം. ഇതിൽ പരമശിവനെയും മഹാവിഷ്ണുവിനെയും 2 ആൽത്തറകളിൽ ആരാധിക്കുന്നു. അഗതികളും അനാഥരുമായ ധാരാളം ആൾക്കാരുടെ അഭയകേന്ദ്രമാണ് ഈ മഹാക്ഷേത്രം. ഓം എന്നതാണ് പരബ്രഹ്മത്തെ കുറിക്കുന്ന ശബ്ദം. ഓച്ചിറ പരബ്രഹ്മത്തെ ആരാധിച്ചാൽ ദുരിതശാന്തിയും മോക്ഷപ്രാപ്തിയും ലഭിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. കൊല്ലം ജില്ലയിലെ പുനലൂർ താലൂക്കിൽ പ്രശസ്തമായ ഒരു അയ്യപ്പ ക്ഷേത്രമാണ് കുളത്തൂപ്പുഴ ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. ക്ഷേത്രത്തെ ചുറ്റി കിഴക്കൻ മലനിരകൾ സ്ഥിതി ചെയ്യുന്നു. ഇതിന്റെ ഒരു ഭാഗത്തുകൂടിയാണ് കല്ലടയാർ ഒഴുകുന്നത്. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ 5 ധർമ്മശാസ്താ ക്ഷേത്രങ്ങളിൽ ഒന്നാമത്തേതാണ് കുളത്തൂപ്പുഴ ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. ശ്രീ ധർമ്മശാസ്താവിനെ ബാലകന്റെ രൂപത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അപൂർവം ക്ഷേത്രമാണിത്. ക്ഷേത്രത്തോട് ചേർന്നുള്ള സർപ്പക്കാവ് സംരക്ഷിത കാവുകളാണ്. കുളത്തൂപ്പുഴയാറ്റിലെ ക്ഷേത്രക്കടവിലുള്ള മത്സ്യങ്ങൾ തിരുമക്കൾ എന്നാണ് അറിയപ്പെടുന്നത്. വിട്ടുമാറാത്ത രോഗങ്ങൾ അകലുവാനായി ഈ മീനുകൾക്ക് ഊട്ട് നൽകുന്ന പതിവുണ്ട്. പ്രത്യേകിച്ചും ത്വക്ക് രോഗങ്ങൾ അകലുവാനായി ഇവിടത്തെ മീനൂട്ട് പ്രസിദ്ധമാണ്. പണ്ട് രാസക്രീഡയിൽ കൂടി വശീകരിക്കാൻ ശ്രമിച്ച ഒരു ജലകന്യകയെ ശാസ്താവ് മത്സ്യരൂപത്തിൽ കിടന്നോളാൻ അനുവദിച്ചതായിട്ടാണ് ഐതിഹ്യം. തിരുവനന്തപുരത്തു നിന്നും നെടുമങ്ങാട് പാലോട് വഴിയും കന്യാകുമാരി ജില്ലയിൽ നിന്നുള്ളവർക്ക് കളിയിക്കാവിള, വെള്ളറട, ആര്യനാട്, വിതുര, പാലോട് വഴിയും കൊല്ലത്ത് നിന്ന് കണ്ണനല്ലൂർ, ആയൂർ, അഞ്ചൽ അല്ലെങ്കിൽ പാരിപ്പള്ളി, പള്ളിക്കൽ, നിലമേൽ വഴിയോ പത്തനംതിട്ടയിൽ നിന്നും പത്തനാപുരം, പുനലൂർ, അഞ്ചൽ വഴിയും തമിഴ്നാട്ടിൽ നിന്നും ചെങ്കോട്ട, ആര്യങ്കാവ് വഴിയും ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. ശനിയാഴ്ച, വൃശ്ചിക മാസത്തിൽ തുടങ്ങുന്ന ശബരിമല മണ്ഡലകാലം തുടങ്ങിയവ വിശേഷ ദിവസങ്ങൾ. നീരാഞ്ജനം, മീനൂട്ട്, പുഷ്പാഭിഷേകം, നെയ്യഭിഷേകം, പാൽപായസം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, അരവണ, അപ്പം, പായസം, രക്തപുഷ്പാഞ്ജലി, അഷ്ടോത്തരാർച്ചന തുടങ്ങിയവയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ. അടിമ സമർപ്പണമാണ് വഴിപാടുകളിൽ പ്രധാനം. ബാലാരിഷ്ടത മാറാൻ
കുഞ്ഞുങ്ങളെ മാതാവോ പിതാവോ സോപാനത്തിൽ കമഴ്ത്തിക്കിടത്തി സമർപ്പിക്കുന്നതാണിത്. നേർച്ച പ്രകാരമാണിത് ചെയ്യുന്നത്. ബാലശാസ്താവാണ് കുളത്തൂപ്പുഴ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. കിഴക്കോട്ട് ദർശനം. മനുഷ്യഹത്യ എന്ന പാപത്തിന് പരിഹാരമായി പരശുരാമൻ തന്നെ പ്രതിഷ്ഠ നടത്തിയ 5 അയ്യപ്പ ക്ഷേത്രങ്ങളിൽ ഒന്ന് കുളത്തൂപ്പുഴയാണ്. കൊട്ടാരക്കര രാജാക്കന്മാരാണ് ക്ഷേത്രം പണിതത്. ബാലനായി കുടികൊള്ളുന്ന ഭഗവാനൊപ്പം ഗർഭഗൃഹത്തിൽ ശിവന്റെ പ്രതിഷ്ഠ. നാലമ്പലത്തിന് പുറത്ത് ഗണപതി, മാമ്പഴത്തറ ഭഗവതി, ഭൂതത്താൻ, നാഗരാജാവ്, നാഗരമ്മ, യക്ഷി, ഗന്ധർവൻ എന്നീ ഉപദേവതകൾ. കിഴക്കോട്ട് ദർശനമുള്ള ക്ഷേത്രത്തിന്റെ വലതുഭാഗത്തായി ക്ഷേത്രം വക സർപ്പക്കാവ്. സഞ്ചാരപ്രിയനായിരുന്ന ഒരാചാര്യ ശ്രേഷ്ഠൻ കുളിക്കാനായി ആറ്റിലിറങ്ങി. ഒപ്പമുള്ളവർ ഭക്ഷണം പാകം ചെയ്യാനായി അടുപ്പുകല്ല് സ്ഥാപിച്ചപ്പോൾ ഒരെണ്ണം എപ്പോഴും വലുതായി തന്നെ ഇരിക്കുന്നു. എത്ര മാറ്റിവെച്ചിട്ടും ശരിയാവുന്നില്ല. അങ്ങനെ അവർ ആ കല്ല് പൊട്ടിക്കുവാൻ തുടങ്ങി. ശക്തിയുള്ള ഇടിയിൽ കല്ല് 8ആയി പിളർന്നു. ഇതിൽ നിന്നുണ്ടായ രക്തപ്രവാഹം കണ്ട് സംഘാംഗങ്ങൾ ബോധം കെട്ടു വീണു. വിവരമറിഞ്ഞെത്തിയ ആചാര്യശ്രേഷ്ഠൻ ധ്യാനത്തിൽ ചിതറിത്തെറിച്ച കല്ലിലെ ദൈവസാന്നിധ്യം മനസ്സിലാക്കി. വിവരമറിഞ്ഞ കൊട്ടാരക്കര രാജാവ് അമ്പലം പണിയുവാൻ വേണ്ട ധനം നൽകി. ചിതറിത്തെറിച്ച കഷ്ണങ്ങൾ പൂജ നടത്തി പ്രതിഷ്ഠിച്ചു. നാടിന്റെ ദേവനെ കണ്ടെത്തിയ കോട്ടാതല കുടുംബത്തിന് പ്രതിഫലമായി 150 പറ നിലവും കരയും രാജാവ് നൽകി. രാജഭരണം അവസാനിച്ചപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലവിൽ വന്നതോടുകൂടി ക്ഷേത്രം അവരുടെ കീഴിലായി. കേരളത്തിലെ കൊല്ലം ജില്ലയിൽ തൃക്കടവൂരിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനമായ ക്ഷേത്രമാണ് തൃക്കടവൂർ മഹാദേവ ക്ഷേത്രം. കേരളത്തിലെ പുരാതനമായ 108 ശിവാലയങ്ങളിൽപ്പെട്ട ക്ഷേത്രമാണിത്. മൃത്യുഞ്ജയ ഭാവത്തിൽ പടിഞ്ഞാറോട്ട് ദർശനം നൽകുന്ന ശിവന് ഉപദേവതകളായി ഗണപതിയും അയ്യപ്പനും ശ്രീകൃഷ്ണനും നാഗദൈവങ്ങളും കുടികൊള്ളുന്നു. കുംഭമാസത്തിലെ തിരുവാതിര നക്ഷത്രത്തിൽ ആറാട്ടോടുകൂടി സമാപിക്കുന്ന 10 ദിവസത്തെ ഉത്സവവും ശിവരാത്രിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ. കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിൽ പോരുവഴി ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് പോരുവഴി പെരുവിരുത്തി മലനട. തെക്കൻ കേരളത്തിലെ 1000-ലധികം മലനടകളിൽ പ്രഥമ സ്ഥാനമാണ് പെരുവിരുത്തി മലനടയ്ക്ക്. മലനടയിലെ സങ്കല്പമൂർത്തി മഹാഭാരതത്തിലെ മഹാനായ ഇതിഹാസ നായകൻ ദുര്യോധനാണെന്നാണ് വിശ്വാസം.
കുറവ് സമുദായത്തിന്റെ നിയന്ത്രണത്തിലും 7 കരകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയിലുമാണ് ക്ഷേത്ര നിയന്ത്രണം. ഇവിടത്തെ ആരാധനാമൂർത്തി മലനട അപ്പുപ്പൻ എന്നാണ് അറിയപ്പെടുന്നത്. കുറവരുടെ പൂർവിക പ്രകൃതി ആരാധനാ ഇടങ്ങളാണ് മലനടകൾ. ക്ഷേത്രത്തിന്റെ ഐതിഹ്യം മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ടതാണ്. പാണ്ഡവർ ഇവിടുത്തെ വനങ്ങളിൽ ഉണ്ടാവുമെന്നു കരുതി തേടിയെത്തിയ ദുര്യോധനനും കൂട്ടരും ഇവിടെ വിശ്രമിച്ചുവെന്നും ദാഹാർത്തരായ അവർക്ക് ഇവിടുത്തെ കുറവ സ്ത്രീ മധുചഷകം നൽകി സൽക്കരിച്ചുവെന്നും അതിൽ സംപ്രീതനായ കൗരവ രാജാവ് 101 ഏക്കർ നൽകി അനുഗ്രഹിച്ചുവെന്നുമാണ് ഐതിഹ്യം. നിഴൽക്കുത്തിൽ പാണ്ഡവരെ വകവരുത്തുവാൻ നിയോഗിക്കപ്പെട്ട ഭാരതമലയന്റെ വാസസ്ഥാനമായിരുന്നു ഇതെന്നും പറയപ്പെടുന്നു. മലയുടെ മുകളിലുള്ള നട എന്നതിനാലാണ് മലനട എന്ന പേര് വന്നത്. വിഗ്രഹങ്ങളോ ശ്രീകോവിലോ ഈ ക്ഷേത്രത്തിലില്ല. പെരുവിരുത്തി മലനടയിലെ കെട്ടുത്സവം ഏറെ പ്രശസ്തമാണ്. ഭാരമേറിയ മലക്കുട പേറി കച്ചയുടുത്ത് ഊരാളം തുള്ളി മലയിറങ്ങുമ്പോൾ കെട്ടുകാഴ്ചകൾ നിരക്കുന്നു. മീനമാസത്തിലാണ് മലനടയിലെ പ്രസിദ്ധമായ മലക്കുട മഹോത്സവം. പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന പള്ളിപ്പാനയും പ്രസിദ്ധമാണ്. മനമറിഞ്ഞു വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മ. കായലിനും കടലിനും നടുവിലെ പുണ്യഭൂമിയിൽ ആ അമ്മയെ കാണാൻ ദിവസവും എത്തുന്നത് ആയിരങ്ങളാണ്. കൊല്ലം ജില്ലയിലെ ചവറ പൊന്മന കാട്ടിൽമേക്കതിൽ ക്ഷേത്രത്തിൽ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഭദ്രകാളിയുടെ രൂപത്തിലാണ് ഭക്തർക്ക് ദേവി ദർശനം നൽകുന്നത്. അമ്മയോട് മനസ്സിലെ ആഗ്രഹം പറഞ്ഞ് ക്ഷേത്രമുറ്റത്തെ ആൽമരത്തിൽ ഭക്തജനങ്ങൾ കെട്ടുന്ന ഓരോ മണിയും ഓരോ സ്വപ്നങ്ങളാണ്. ആ മണിക്കിലുക്കം ദേവിയുടെ അടുക്കൽ ചെന്നെത്തുമെന്നാണ് വിശ്വാസം. കാട്ടിലമ്മയുടെ അടുക്കലെത്തി ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ചു വാങ്ങുന്ന മണി കെട്ടിയാൽ ഏതാഗ്രഹവും നടക്കുമെന്നാണ് വിശ്വാസം. ഓരോ ദിവസവും ക്ഷേത്രമുറ്റത്തെ ആൽമരത്തിൽ നിന്നുയരുന്ന മണികിലുക്കങ്ങൾ ഇത് ശരിവയ്ക്കും. കൊല്ലം ആലപ്പുഴ ദേശീയപാതയിൽ ശങ്കരമംഗലത്ത് നിന്നും പടിഞ്ഞാറു ഭാഗത്തേക്ക് പോയാൽ ക്ഷേത്രത്തിലെത്താം. കടലിനും കായലിനും ഇടയ്ക്കുള്ള തുരുത്തിലാണ് ക്ഷേത്രം. ആഞ്ഞടിച്ച സുനാമി തിരമാലകളെ അതിജീവിച്ച ക്ഷേത്രം കൂടിയാണിത്. അന്ന് ഈ ഭാഗങ്ങളെ മുഴുവൻ സുനാമി തിരമാലകൾ വിഴുങ്ങിയിട്ടും ക്ഷേത്രത്തിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നില്ല. ഇത് കാട്ടിലമ്മയുടെ സാന്നിധ്യം കൊണ്ടാണെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിന്റെ ഒരു വശത്ത് അറബിക്കടലും മറുവശത്ത് TS കനാലുമാണ്. ശങ്കരമംഗലത്തു നിന്നും കോവിൽത്തോട്ടം റോഡ് വഴി 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കൊട്ടാരത്തിൻ കടവിലെത്തിച്ചേരാം. അവിടെ നിന്ന് ക്ഷേത്രഭരണ സമിതി ഏർപ്പെടുത്തിയ ജങ്കാർ മാർഗം ക്ഷേത്രത്തിൽ എത്തിച്ചേരാം.
ദാരികനെ വധിച്ച ഉഗ്രമൂർത്തിയുടെ ഭാവമാണ് ഇവിടത്തെ പ്രതിഷ്ഠയ്ക്ക്. ഗണപതി, ദുർഗാദേവി, മാടൻ തമ്പുരാൻ, യക്ഷിയമ്മ, നാഗദൈവങ്ങൾ, യോഗീശ്വരൻ തുടങ്ങിയവ ഉപദൈവങ്ങളായും ഇവിടെയുണ്ട്. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയുമാണ് ഇവിടെ ഏറ്റവും അധികം തിരക്ക്. മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്ത ആചാരമാണ് കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നത്. മണിനേർച്ചയാണ് ഇവിടത്തെ പ്രധാന വഴിപാട്. അഭീഷ്ടസിദ്ധിക്കായി ക്ഷേത്രത്തിലെ പേരാലിൽ പ്രാർത്ഥിച്ച് മണി കെട്ടുന്നതിന്റെ പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ഒരിക്കൽ വൃശ്ചിക മഹോത്സവത്തിന് കൊടിയേറിയ സമയത്ത് അതിൽ നിന്നും ഒരു മണി താഴെ വീണു. ഇത് കണ്ട ക്ഷേത്ര പൂജാരി ആ മണിയെടുത്ത് തൊട്ടടുത്തുള്ള പേരാലിൽ കെട്ടി. അതിനുശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത അഭിവൃദ്ധിയുണ്ടായി. കൂടാതെ ദേവപ്രശ്നത്തിൽ പേരാലിൽ മണി കെട്ടുന്നത് ദേവീപ്രീതിക്ക് ഉത്തമമാണെന്ന് തെളിയുകയും ചെയ്തു. ഭഗവതിയുടെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഒരു നിവേദ്യമാണ് ചതുർശതം. വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം തന്ത്രി മുഖേന നടത്തുന്ന അമൃതേതാണിത്. ഈ പ്രസാദം സ്വീകരിക്കുന്നത് ജീവിത പുണ്യമത്രേ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ അതിപുരാതനവും ക്ഷേത്ര ഐതിഹ്യവുമായി വളരെയധികം ബന്ധമുള്ളതുമാണ്. ഗോകർണം മുതൽ കന്യാകുമാരി വരെയും കിഴക്ക് മധുരയും ഉൾപ്പെട്ട പഴയ ചേര രാജ്യത്തിന്റെ ആദിമഹാരാജാവ് ചേര ചെങ്കുട്ടവൻ മുതൽ ശ്രീ പത്മനാഭദാസന്മാരായ തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെ വരെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയാണ് കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം എന്നാണ് വിശ്വാസം. ഓരോ ദിവസവും അന്യസംസ്ഥാനങ്ങളിൽ നിന്നുവരെ അമ്മയുടെ അനുഗ്രഹം തേടി ഭക്തരുടെ ഒഴുക്കാണ്. എല്ലാ മക്കളുടെയും മോഹങ്ങളുടെ മണികിലുക്കം കാതോർത്ത് കാട്ടിലമ്മയുടെ ചൈതന്യം അവിടമാകെ തങ്ങി നിൽക്കുന്നു. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ 5 ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിൽ ഒരെണ്ണമെന്ന് കരുതപ്പെടുന്ന ക്ഷേത്രമാണ് ആര്യങ്കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രം. കൊല്ലം തിരുമംഗലം ദേശീയപാതയുടെ ഓരത്ത് 35 അടി താഴ്ചയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിൽ കിഴക്കോട് ദർശനമായ കൗമാര ശാസ്താവാണ് പ്രതിഷ്ഠ. ക്ഷേത്രത്തിലേക്കുള്ള പടവുകൾ പകുതി ഇറങ്ങുമ്പോൾ ഇടതുവശത്തായി അയ്യപ്പന്റെ കാവൽ ദൈവങ്ങളായ കറുപ്പസ്വാമിയെയും കറുപ്പായി അമ്മയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പടികൾ അവസാനിക്കുന്നതിന് മുൻപിലായി ഒറ്റക്കല്ലിൽ തീർത്ത തൃക്കല്യാണ മണ്ഡപം. ദ്രാവിഡ നിർമ്മാണ ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന പൊക്കമേറിയ തറയാണിത്. ക്ഷേത്രത്തിന് തൊട്ടടുത്തായി കല്ലടയാർ ഒഴുകുന്നു. നാലമ്പലത്തിനുള്ളിൽ പുരുഷന്മാർക്ക് പ്രവേശിക്കാം. എന്നാൽ ശബരിമലയിലേതുപോലെ ഇവിടെയും 10നും 50നും മധ്യേ പ്രായമുള്ള സ്ത്രീകൾക്ക് നാലമ്പലത്തിനുള്ളിൽ പ്രവേശനമില്ല.
ധനുമാസത്തിലാണ് ഇവിടത്തെ ഉത്സവം. ആര്യങ്കാവ് ക്ഷേത്രം കേരളം തമിഴ്നാട് അതിർത്തി ആയതിനാൽ നാലമ്പലത്തിനുള്ളിൽ മലയാളം ആചാരവും ഉത്സവത്തിന് തമിഴ് ആചാരവുമാണ്. ഉത്സവത്തിന്റെ 8ാം ദിവസമാണ് തൃക്കല്യാണം. കേരളത്തിലെ ചവറയിൽ സ്ഥിതി ചെയ്യുന്ന ആദിപരാശക്തിയുടെ ക്ഷേത്രമാണ് കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രം. പ്രധാന ആചാരമായ ചമയവിളക്ക് ഏറെ പ്രശസ്തമാണ്. മീനം 10ഉം 11ഉം രാത്രിയിലാണ് ചമയവിളക്ക് നടത്തുക. അഭീഷ്ട കാര്യസാധ്യത്തിനാണ് പുരുഷന്മാർ സ്ത്രീ വേഷത്തിൽ ചമയവിളക്കെടുക്കുന്നത്. ആൺമക്കളെ പെൺകുട്ടികളാക്കിയും ഭർത്താക്കന്മാരെ യുവതികളാക്കിയും വിളക്കെടുപ്പിക്കുന്നു. ദുർഗാദേവിയെ കൂടാതെ ശ്രീ പരമേശ്വരൻ, ശ്രീ ഗണപതി, ശ്രീ ധർമ്മശാസ്താവ്, യക്ഷിയമ്മ, മാടന്തമ്പുരാൻ, നാഗരാജാവ് എന്നിവരാണ് ക്ഷേത്രത്തിലെ മറ്റു പ്രതിഷ്ഠകൾ. കൊറ്റൻ നിവേദ്യമാണ് ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാട്. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഒരു കാലത്ത് വനത്തിന്റെ ഭാഗമായിരുന്നു. ചുറ്റും മരങ്ങളും ചെടികളും വള്ളിച്ചെടികളും നിറഞ്ഞ ശാന്തമായ പ്രദേശമായിരുന്നു. ക്ഷേത്രത്തിന്റെ വടക്കു പടിഞ്ഞാറെ മൂലയിൽ ഭൂതക്കുളം എന്നറിയപ്പെടുന്ന ഒരു ചെറിയ ആഴത്തിലുള്ള കുളമുണ്ടായിരുന്നു. വിഷപ്പാമ്പുകളുടെ അഭയ കേന്ദ്രമാണിതെന്ന് പ്രദേശവാസികൾ വിശ്വസിച്ചിരുന്നു. കിഴക്കുഭാഗത്ത് വിശാലമായ ആഴത്തിലുള്ള ഒരു വലിയ കുളമുണ്ടായിരുന്നു. ദിവസങ്ങളോളം മഴ പെയ്തപ്പോൾ അവിടെ നിന്ന് ഒരു അരുവി ഉത്ഭവിച്ചു. ചുറ്റുമുള്ള പ്രദേശത്തെ ഫലഭൂയിഷ്ഠവും കൃഷിയോഗ്യവുമാക്കി. ഈ സ്ഥലം പുല്ലും ശുദ്ധജലവും നിറഞ്ഞതിനാൽ അയൽ പ്രദേശങ്ങളിൽ നിന്നുള്ള പശുപാലകർ അവരുടെ കന്നുകാലികളുമായി അവിടെ ഒത്തുകൂടും. ഒരു ദിവസം ആ പ്രദേശത്തു നിന്നും കുട്ടികൾക്ക് ഒരു നാളികേരം വീണു കിട്ടുകയും അടുത്തുള്ള ഒരു കല്ലിന്റെ മുകളിൽ വച്ച് കുത്തി അത് പൊളിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ആ സമയം ലോഹകഷ്ണം ആ കല്ലിൽ തട്ടിയപ്പോൾ അതിൽ നിന്നും നിണം വാർന്നു വന്നു. ഇത് കണ്ട കുട്ടികൾ വീട്ടുകാരോട് കാര്യം പറഞ്ഞു. എല്ലാവരും അത് കാണാനായി എത്തി.
പിന്നീട് പ്രമാണിയുടെ നേതൃത്വത്തിൽ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ആ കല്ലിൽ ദേവി കുടികൊള്ളുന്നതായി കണ്ടെത്തി. ദേവീക്ഷേത്രം നാടിന്റെ ഐശ്വര്യമാണെന്നും മനസ്സിലാക്കിയതോടെ ക്ഷേത്രം നിർമ്മിച്ചു. കേരളത്തിലെ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഭഗവതി ക്ഷേത്രമാണ് വലിയ കൂനമ്പായിക്കുളം ശ്രീ ഭദ്രകാളി ക്ഷേത്രം. ഏറെ വർഷങ്ങൾക്ക് മുമ്പ് പനങ്കാവ് ക്ഷേത്രം എന്ന പേരിലും ഈ ക്ഷേത്രം അറിയപ്പെട്ടിരുന്നു. കൊല്ലം നഗരത്തിലെ പള്ളിമുക്കിൽ നിന്നും 1 കിലോമീറ്റർ വടക്കു കിഴക്കായി വടക്കേവിളയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരത്തു നിന്നും ഏതാണ്ട് 62 കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം. തച്ചുശാസ്ത്രപ്രകാരം കൃഷ്ണശിലയിൽ പണിതീർത്തതും മേൽപ്പുരയില്ലാത്തതുമായ ശ്രീകോവിലാണ് ഇവിടെയുള്ളത്. വടക്കു ദിശയെ അഭിമുഖീകരിക്കുന്ന ഈ ശ്രീകോവിലാണ് ക്ഷേത്രത്തിലെ പ്രധാന ആരാധനാമൂർത്തിയായ ശ്രീ ഭദ്രകാളിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഉപദേവതകളായ ഗണപതി, വീരഭദ്രൻ, ബ്രഹ്മരക്ഷസ്, യോഗീശ്വരൻ, കണ്ടകർണൻ, യക്ഷി, നാഗരാജാവ്, നാഗയക്ഷി എന്നിവരെയും ഇവിടെ ആരാധിക്കുന്നു. ഇവിടത്തെ നാഗരാജാവും നാഗയക്ഷിയും രാഹുദോഷങ്ങൾ, മാംഗല്യദോഷങ്ങൾ എന്നിങ്ങനെയുള്ള ദോഷങ്ങൾ ഇല്ലാതാക്കുമെന്ന് വിശ്വാസമുണ്ട്. ക്ഷേത്രത്തിന് സമീപം ആറാട്ടുകുളവും ആൽമരങ്ങളും പനകളും വിദ്യാലയങ്ങളും ഗുരുമന്ദിരവുമെല്ലാം ഉണ്ട്. ഈ ക്ഷേത്രവും കൊടുങ്ങല്ലൂരിലെ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രവും കോഴിക്കോട്ടെ പിഷാരിക്കാവും ഏതാണ്ട് ഒരേ കാലത്താണ് പണി കഴിച്ചത്. കേരളത്തിലെ സാംസ്കാരിക ചരിത്രത്തിൽ ഈ 3 ക്ഷേത്രങ്ങൾക്കും പ്രധാന സ്ഥാനമാണുള്ളത്. ഈ 3 ക്ഷേത്രങ്ങളും തുല്യ അകലത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇവയ്ക്ക് കടലുമായുള്ള അകലവും തുല്യം തന്നെ. കൊടുങ്ങല്ലൂരമ്മ തന്നെയാണ് കൂനമ്പായിക്കുളത്തും കുടികൊള്ളുന്നതെന്നാണ് വിശ്വാസം. വലിയ കൂനമ്പായിക്കുളം ക്ഷേത്രത്തിലെ പ്രധാന പൂജയാണ് കാര്യസിദ്ധി പൂജ. സമൂഹ പ്രാർത്ഥനയോട് കൂടി നടത്തപ്പെടുന്ന ഈ പൂജയുടെ പേരിലാണ് ക്ഷേത്രത്തിന് പ്രസിദ്ധി. എല്ലാ ചൊവ്വാഴ്ചകളിലുമാണ് ഈ പൂജ നടത്തുന്നത്. തുടർച്ചയായി 21 ആഴ്ച കാര്യസിദ്ധി പൂജ നടത്തിയാൽ മനസ്സിലെ ആഗ്രഹം സാധിക്കുമെന്നാണ് ഇവിടത്തെ വിശ്വാസം. കാര്യസിദ്ധി പൂജയ്ക്കായി സമീപ ജില്ലകളിൽ നിന്നുവരെ നിരവധി ഭക്തർ ഇവിടെ എത്തുന്നുണ്ട്. കാര്യസിദ്ധി പൂജയ്ക്ക് ശേഷം കുങ്കുമാഭിഷേകവും നാണയപ്രസാദ വിതരണവും അന്നദാനവും ഉണ്ടാകാറുണ്ട്. നീരാഞ്ജന വിളക്ക് എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 5:30, നാരങ്ങ വിളക്ക് എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 4:30, ഐശ്വര്യപൂജ എല്ലാ മാസവും ഉത്രം നാളിൽ, നാഗപൂജ ആയില്യം നാളിൽ. എല്ലാ വർഷവും കുംഭമാസത്തിലെ ഭരണി നാളിൽ ക്ഷേത്രത്തിലെ ഉത്സവം നടത്തുന്നു. ഭക്തനും രാജസേവകനുമായ ഒരു കാരണവർ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ പോയി ഭജനമിരുന്ന് ദേവിയെ പ്രത്യക്ഷപ്പെടുത്തി ആനയിച്ച് മണ്ണുകൂട്ടി പീഠമുണ്ടാക്കി പച്ചക്കൊട്ടിലിൽ കെട്ടി അതിൽ കൊടുങ്ങല്ലൂർ ഭദ്രകാളിയെ കുടിയിരുത്തി ആദരിച്ചു. ആയതുകൊണ്ട് ആണ്ടുകാലങ്ങളിൽ ദേവിയെ ആനയിച്ചു കൊണ്ടുവന്ന് പച്ചക്കൊട്ടിൽ കെട്ടി തോറ്റംപാട്ടും വട്ടിപ്പടുക്കയും നൽകി കുരുതി പൂജയും നടത്തി വരുന്നു. അങ്ങനെ കൊടുങ്ങല്ലൂരമ്മയുടെ ചൈതന്യം കുടികൊള്ളുന്ന കൂനമ്പായിക്കുളം ക്ഷേത്രം വിശാലമായ മൺപരപ്പിൽ നാടിന് ഐശ്വര്യവും ശാന്തിയും നൽകി നിലകൊള്ളുന്നുവെന്നാണ് വിശ്വാസം.